നമസ്കാരം. പിണറായി വിജയൻ എന്ന് പറയുന്ന പിണങ്ങാണ്ടി ദൈവം നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ആളാണെന്ന് കേരളീയർക്ക് എല്ലാവർക്കും അറിയാം. അതെന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ ധിക്കാരവും അഹങ്കാരവും കൊണ്ട് ജനങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം നടത്തുന്ന അഴിമതികൾ, കൊലപാതകങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് TP ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ കൊല്ലപ്പെട്ടത്. അതിൻ്റെയൊക്കെ പരിപൂർണ്ണ ഉത്തരവാദിത്തം ആർക്കാണ്? പിണങ്ങാണ്ടിക്കാണ്. അതേപോലെ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ സ്വന്തം മകളെയും മകനെയും വരെ അദ്ദേഹം സ്വർണ്ണക്കള്ളക്കടത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. കരിമണൽ കർത്തയുടെ ഇടപാടുകൾക്ക് ഉപയോഗിച്ചത് മകളെയാണ്. അതേ ഭാര്യയെ അടക്കം ഉപയോഗിച്ചിട്ടാണ് സ്വർണ്ണക്കള്ളക്കടത്തിന് ഉപയോഗിച്ചത് എന്നുള്ളതാണ് പുറത്തു വന്ന വിവരം. ഇതൊന്നും നമ്മൾ പറയുന്നല്ല കേട്ടോ. ആരാ പറഞ്ഞത്? സ്വപ്ന ചേച്ചി, സ്വപ്ന ചേച്ചി, നമ്മുടെ സ്വപ്ന ചേച്ചി, പിണങ്ങാണ്ടി കൊണ്ട് നടന്ന സ്വപ്ന ചേച്ചി UAE കോൺസുലേറ്റിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് കീഴിലുള്ള ഒരു ഓഫീസിൽ ഗവൺമെന്റ് ജോലി കൊടുത്ത് ഈ കള്ളക്കടത്തിനും അതേപോലെ ഫണ്ട് റിവേഴ്സ് ഹവാല നടത്തുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന സ്വപ്ന സുരേഷ്. ആ സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹം കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ട്, ഡോളർ കടത്ത് നടത്തിയിട്ടുണ്ട്, അതേപോലെ കരിമണൽ കടത്തിയുമായിട്ടുള്ള ഇടപാട് നടത്തിയിട്ടുണ്ട്, NIA ക്യാമറയുടെ ഇടപാട് നടത്തിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ പാവപ്പെട്ട ആർക്ക് വേണ്ടിയിട്ട്, ഈ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ദുരിതാശ്വാസ സമയത്ത് ഫ്ലാറ്റ് നിർമ്മിക്കാനുണ്ടാക്കിയ ഫണ്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഇതിലൊന്നും തന്നെ അദ്ദേഹം മൂപ്പര് പ്രതിയല്ല കേട്ടോ. അങ്ങനെയുള്ള പിണങ്ങാണ്ടി അദ്ദേഹം എത്ര മാതൃകാ പുരുഷനാണെന്ന് നമുക്കറിയാം. ലാവ്ലിൻ കേസിൽ പ്രതിയായ അദ്ദേഹം സുപ്രീം കോടതി വരെ എത്തിച്ചിട്ടുണ്ട്. 90 തവണ മാറ്റിവെപ്പിച്ചിട്ടുണ്ട് BJPയെ കൊണ്ട്. എന്തുമാത്രം സ്വാധീനമാണ്. അപ്പൊ അദ്ദേഹം ഏറ്റവും അധികം സ്നേഹവും സമ്പന്നനായ ഒരാളാണ് തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ തുടക്കത്തിൽ കൊടുത്തത്. എന്താ സ്നേഹസമ്പന്നത? അദ്ദേഹം സ്വന്തം പാർട്ടിയിലെ ഒരു ആതിര ഗ്രേസി എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം തിരുവനന്തപുരത്ത് അമ്പൂരിയിൽ ഒരു പാലം നിർമ്മിച്ചു. അത് വലിയ പാലമാണ്. അതിൻ്റെ വലിയ പ്രചരണം നടത്താൻ വേണ്ടി ഉള്ള സന്ദർഭത്തിൽ അവിടുത്തെ കൗൺസിലറായ, അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമായ ആതിര ഗ്രേസിയും പങ്കെടുത്തിരുന്നു. ആതിര ഗ്രേസിക്ക് പിണറായി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്രേസ് തന്നെയാണ്. ക്രൈസ് എന്നൊക്കെ പറയും, ഗ്രേസ് അല്ല ക്രൈസ്. അപ്പൊ ആ ക്രൈസ് ആയതുകൊണ്ട് അവര് എന്ത് ചെയ്തു, നമ്മളെ പിണങ്ങാണ്ടി ദൈവത്തോടൊപ്പം ഒരു ഫോട്ടോ എടുത്തേക്കാന്ന് വെച്ചു. അപ്പോഴല്ലേ തട്ടി നിൽക്കുന്നത്. പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആരാ? പിണങ്ങാണ്ടി ദൈവമാണ്. ആ പിണങ്ങാണ്ടി ദൈവത്തിന്റെ കൂടെ ഇങ്ങനെ ഫോട്ടോ എടുക്കേ. മുമ്പ് മൈക്കിന്റെ പ്രശ്നത്തിൽ മൈക്കിനെതിരെ കേസെടുപ്പിച്ച ആളാണ് നമ്മളെ പിണങ്ങാണ്ടി. അതേപോലെ ഒരു പാവം ചെറിയ കുട്ടി ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ ഒരൊറ്റ തട്ട് അങ്ങോട്ട് തെറിപ്പിച്ച ആളാണ് പിണങ്ങാണ്ടി ദൈവം. അങ്ങനെയുള്ള കലാവിരുന്നുകളൊക്കെ നടത്തുന്ന പിണങ്ങാണ്ടി ദൈവം ഈ പാവപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിനോട് കാണിച്ചത് വളരെ മാതൃകാപരമായ കാര്യമാണ് എന്നാണ് ഇപ്പോൾ കമ്മിക്കൂട്ടങ്ങൾ, സൈബർ സഖാക്കൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അദ്ദേഹം മാതൃകാ പുരുഷൻ തന്നെയാണ്. ജീവിതത്തിൽ അഹങ്കാരവും അതേപോലെ ധിക്കാരവും അതേപോലെ താൻ പ്രമാണിത്വവും കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ എന്നുള്ളത് ഈ കേരളത്തിൽ എല്ലാവർക്കും അറിയാം. താൻ പ്രസംഗിക്കാനിരിക്കുമ്പോൾ മറ്റാരും പ്രസംഗിക്കാൻ പാടില്ല, താൻ ആദ്യം പ്രസംഗിക്കണം, അതിനുശേഷം ഇറങ്ങിപ്പോകും. അതാണ് സ്റ്റൈല്. അപ്പൊ അത് കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതും മാത്രമല്ല, ഒരിക്കൽ ശൈലജ ടീച്ചർ മന്ത്രിയായ സമയത്ത്, മുഖ്യമന്ത്രിയായ സമയത്ത്, അവരും മന്ത്രിയാണ്, വേഗം ചെന്നിട്ട് വിജയേട്ടാ ഒന്ന് വിളിച്ചുപോയി. വിജയേട്ടാ ഒന്ന് വിളിച്ചപ്പോ എന്താ പറഞ്ഞറിയാ? എന്താ പറഞ്ഞത്? വിജയേട്ടാന്നോ? ഇപ്പൊ മുതൽ മുഖ്യമന്ത്രിയാണ്, സർ എന്ന് വിളിക്കൂ, അതാണ് അതിന്റെ ശരി. ഇന്നലെ വരെ നമ്മൾ സഖാക്കളായിരിക്കും, സഖാത്തുകളായിരിക്കും. ഇവിടെ സഖാവും ഇല്ല, സഖാത്തിയില്ല. ഇത് ഭരണപാട്, ഭരണത്തിൽ വരുമ്പോൾ ഇമ്മാതിരി പരിപാടി നടക്കില്ല. ഞാൻ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന പിണറായി വിജയനാണ്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന വിധത്തിൽ കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ. മുമ്പ് EMS അടക്കമുള്ള ആളുകൾ ഇരുന്ന കസേരയാണ്. ആ കസേരയിലാണ് ഇനി ആയിരിക്കുന്നത്. എന്റെ ജീവിതകാലം വരെ ഇവിടെ തന്നെ ഇരിക്കും. അപ്പോൾ എന്നോട് അവിടുത്തെ പാർട്ടി ഓഫീസിലെ മീറ്റിംഗ് അല്ലത്, ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്, അതുകൊണ്ട് എല്ലാവരും മുമ്പേ സർ എന്ന് വിളിക്കൂ എന്ന് പറഞ്ഞു. നമ്മുടെ ശൈലജ ടീച്ചർ അപ്പം തന്നെ റാൻ എന്ന് പറഞ്ഞിട്ട് അവർ അംഗീകരിച്ചു. കാരണം അവർ ആരോഗ്യമന്ത്രിയാണല്ലോ. ഇവിടുത്തെ ആരോഗ്യമന്ത്രിയാണെങ്കിൽ കപ്പല് മുങ്ങില്ല. എന്താ കാരണം? അതിന്റെ കപ്പിത്താൻ ആരാണ്? പിണങ്ങാണ്ടി ദൈവമാണെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന കൊടയിലുത്തുകാരിയാണെന്ന് വിചാരിക്കാം. എന്നാൽ നമ്മുടെ ശൈലജ ടീച്ചറൊക്കെ അങ്ങനെയൊന്നുമില്ല. ഉള്ളതുപോലെ കാണുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അവര് അറിയാതെ വിജയേട്ടാ എന്ന് വിളിച്ചു പോയത്. എന്ത് ചെയ്യാൻ പറ്റും?
ഇത്രയും ധാർഷ്ട്യവും അഹങ്കാരവും ഉള്ള ഒരു നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ പ്രിയപ്പെട്ട സഖാക്കളെ? ആലോചിച്ച് നോക്ക്. പാർട്ടി ഉണ്ടായ മുതൽ ഇങ്ങോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പാർട്ടി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ജനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് ആ പാർട്ടിയുടെ നേതാക്കൾ. പാർട്ടിയുടെ അണികൾക്ക് വേണ്ടി, ഇപ്പോഴത്തെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അവർ എളിമയോടെയുള്ള പെരുമാറ്റമായിരിക്കണം. ഇതാണോ എളിമയോടെയുള്ള പെരുമാറ്റം? എന്നാൽ ഇപ്പോൾ നമ്മുടെ വി ഡി സതീശന്റെ കാര്യം ആലോചിച്ച് നോക്കൂ. വി ഡി സതീശൻ യാത്രക്കിടയിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന അദ്ദേഹത്തെ തോളിലേറ്റി ആയിരങ്ങൾ ആ തോളിലേറ്റി കൊണ്ടു നടക്കുന്നതെന്ന് കണ്ടു നോക്കൂ. നമ്മുടെ പേരാമ്പ്ര ഒരു UDFിന്റെ MLA വാഗ്ദാനം ചെയ്യുന്ന ഒരു നിമിഷം കൂടിയാണ്. ഈ ഒരു മാറ്റത്തിലേക്ക് നമ്മൾ 3 മാസം മുമ്പ് ഒരുപാട് വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്തിന്റെ കണ്ണ് നമുക്ക് നഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഇത് ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്തും ജനക്കൂട്ടം ഒഴുകുകയാണ് പി ഡി സതീശന് കൂടെ. ഇങ്ങനെ ഒരു രംഗം നമ്മുടെ പിണങ്ങാണ്ടിയെ പൊക്കിക്കൊണ്ടുപോയ ചരിത്രം ഉണ്ടാവുമോ? ഒരു പ്രാവശ്യമേ പൊക്കണ്ടാവുള്ളൂ. ഒറ്റ ചവിട്ടിന് എല്ലാത്തിനും ശരിയായിക്കോളും പിണങ്ങാണ്ടി. കാരണം അദ്ദേഹത്തെ തലയിലേറ്റാൻ വിട്ടു നിൽക്കും. അദ്ദേഹത്തിന് പേടിയാണ്. കള്ളത്തരം ചെയ്തുകൊണ്ട് പാർട്ടിയോടും പാർട്ടി പ്രവർത്തകരോടും നാടിനോടും തട്ടിപ്പും വെട്ടിപ്പും നടത്തിയത് കൊണ്ടും കൊള്ളയും കൊലപാതകവും ഒക്കെ നടത്തിയത് കൊണ്ടും ഇതിന് പേടി. എവിടെ നിന്നാണ് അടി കിട്ടുക എന്നുള്ള പേടിയാണ്. അതുകൊണ്ട് ജനക്കൂട്ടത്തിനടുത്ത് അദ്ദേഹം പോവില്ല. ജനങ്ങളിൽ നിന്ന് വിട്ടു നിന്നിട്ടാണ് അദ്ദേഹം യാത്ര ചെയ്യാറ്. 40 വണ്ടി പോലീസിന്റെ സഹായത്തോടെ, ആംബുലൻസിന്റെയും ഫയർഫോഴ്സിന്റെയും സഹായത്തോടെ അല്ലാതെ അദ്ദേഹത്തിന് പൊതുനിരത്തിലേക്കോ പൊതു സദസ്സിലേക്കോ ഇറങ്ങാൻ പറ്റില്ല. എന്നാൽ വി ഡി സതീശനോ? വി ഡി സതീശൻ 10,000ങ്ങളുടെ അകമ്പടിയോടെ ആരവത്തോടെ അദ്ദേഹത്തിന്റെ എതിരേറ്റുകൊണ്ടാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. അവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഒന്ന് ജനങ്ങളുടെ നേതാവാണ്, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന നേതാവാണ്, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന നേതാവാണ്. എന്നാൽ പിണറായി വിജയൻ ജനങ്ങളോടൊപ്പം നിൽക്കുന്നതല്ല, ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന നേതാവല്ല, ജനങ്ങൾ തലയിലേറ്റുന്ന നേതാവല്ല, എന്നാൽ കണ്ണാടിക്കുട്ടിലിരിക്കുന്ന ഒരു നേതാവ് മാത്രമാണ്. അദ്ദേഹത്തിന് ജനങ്ങളോടൊപ്പം കഴിയാൻ പറ്റില്ല. അതിന് കാരണം അദ്ദേഹം ധാരാളം കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്. പലരുടെയും വിദ്വേഷം അദ്ദേഹം ഉള്ളിൽ പേടിച്ച് നടക്കുകയാണ്. മുമ്പ് ചെയ്ത അദ്ദേഹം പല കൊലപാതകങ്ങൾക്കും പാർട്ടി നേതൃത്വം കൊടുത്തുകൊണ്ട് അതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം അദ്ദേഹത്തിനായതുകൊണ്ട്, അതിൽ TP ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് എവിടെ നിന്നാണ് തല്ല് കിട്ടുക എന്നറിയില്ല. പിന്നെ മാത്രമല്ല, പാർട്ടിക്കുള്ളിൽ തന്നെ ധാരാളം ആളുകളെ വൈരാഗ്യബുദ്ധിയോടെ അദ്ദേഹം ഒഴിവാക്കുകയും എല്ലാ തരത്തിലും ഉപദ്രവിക്കുകയും ചെയ്തുകൊണ്ട് പാർട്ടിക്കുള്ളിൽ നിന്നും തല്ല് കിട്ടാം, അതേപോലെ പൊതുസമൂഹത്തിൽ നിന്നും തല്ല് കിട്ടാം. വൈരാഗ്യ ബുദ്ധിയോടെ അദ്ദേഹം, പ്രതികാര ബുദ്ധിയോടെ അദ്ദേഹം പോലീസിനെ ദുരുപയോഗം ചെയ്യുന്നു. അധികാരത്തിൽ ഇരുന്നുകൊണ്ട് എല്ലാത്തരം വൃത്തികേടും കാണിക്കുന്നു. അതേപോലെ അഹങ്കാരവും ധിക്കാരവും കാണിക്കുന്നു. അങ്ങനെ ഒരു നേതാവാണോ നമുക്ക് വേണ്ടത്? വി ഡി സതീശനെ പോലെ ജനങ്ങളിൽ നിന്ന് ജനങ്ങളോടൊപ്പം ജനങ്ങളെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചത് ജനങ്ങൾ തോളിലേറ്റി നടക്കുന്ന നേതാവിനെയോ ആണോ വേണ്ടത്? അഹങ്കാരവും വിനയവും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ. അഹങ്കാരം പിണറായി വിജയന്റെ തലയിൽ മുകളിലുള്ളതാണ്. വിനയം നമ്മുടെ വി ഡി സതീശനോടൊപ്പമുള്ളതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ ജനങ്ങളുടെ നേതാവാണ്, ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് കൃത്യമായി പറഞ്ഞ് അവരോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരാളാണ്. ജനങ്ങളെ പഠിച്ച് മതേതരത്വത്തോടെ ഒപ്പമാണെന്ന് ഉറക്കെ ആണയിടുന്ന നേതാവാണ്. ഞങ്ങൾക്ക് അങ്ങനെയുള്ളൊരു വോട്ട് മതി എന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ പിണറായി വിജയൻ അങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയില്ല. പകരം അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വർഗീയ വിഷയത്തെ സ്വന്തം കാറിൽ, മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റി നടക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. അതിലപ്പുറത്തെ ഇന്ന് നാണക്കേടുണ്ടോ? അങ്ങനെയുള്ള ഒരു നേതാവിന് സ്വന്തം അണികളിൽ നിന്ന്, പ്രത്യേകിച്ചും ഒരു വനിതാ ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ അതോടൊപ്പം ഒരു സെൽഫി എടുക്കാനുള്ള മാനസികാവസ്ഥയൊന്നുമില്ല. അതൊക്കെ അദ്ദേഹം എവിടെയോ കൊമ്പത്തെ രാജാവല്ലേ. അപ്പൊ എങ്ങനെ ഒരു സെൽഫി എടുക്കാൻ പറ്റും? അപ്പൊ സെൽഫി എടുക്കാനൊന്നും പറ്റില്ല. മാത്രമല്ല അദ്ദേഹം വിട്ടു നിൽക്കൂ, അതായത് കടക്ക് പുറത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ രീതി എന്ന് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കണം. സാധാരണ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികൾ മനസ്സിലാക്കണം. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും രീതിയല്ല. ജനങ്ങളോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജനങ്ങളുടെ നേതാവാണ്. അല്ലാതെ അയാൾക്ക് പ്രത്യേക പ്രയോറിറ്റി ഒന്നുമില്ല. മുഖ്യമന്ത്രി ആയാലും സാധാരണ പ്രവർത്തകനായാലും ഒരേ പ്രയോറിറ്റി ഉള്ള പാർട്ടിയിൽ അദ്ദേഹം പാർട്ടി പ്രവർത്തിച്ച് അങ്ങേ തലത്തിൽ എത്തിണ്ടായിരിക്കാം. അപ്പോഴും സാധാരണക്കാരനായി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അംഗീകരിക്കുക. അല്ലാതെ ഇത്തരത്തിലുള്ള ധിക്കാരവും അഹങ്കാരവും കാണിച്ചാൽ ഒരു പട്ടിക്കുഞ്ഞു പോലും അദ്ദേഹത്തെ വില വെക്കില്ല എന്നുള്ളതാണ് സത്യം. നന്ദി, നമസ്കാരം.